യമനിലെ ഹൂത്തികൾ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഡച്ച് പതാകയുള്ള കപ്പലാണ് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. അദൻ കടലിൽ നിന്ന് ഏകദേശം 128 നോട്ടിക്കൽ മൈൽ ദൂരെയായിരുന്നു ഡച്ച് പതാകയുള്ള ഒരു കപ്പൽ ഇസ്രായേലിലേക്ക് നീങ്ങിയിരുന്നത്. ആ കപ്പലിനെയാണ് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് 128 നോട്ടിക്കൽ മൈൽ സൗത്ത് ഈസ്റ്റ് ഓഫ് അദൻ യമനിന്റെ അദനിൽ നിന്നുള്ള 128 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള മിലിറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു അജ്ഞാത ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ തുടങ്ങിയിട്ടുള്ള സ്ഫോടക വസ്തു ഇടിച്ചു എന്നതാണ്. അങ്ങനെ ഇടിച്ച് അതിന്റെ പുകയും തീയും ഉയരുന്നതിന്റെ വീഡിയോകൾ അല്ലെങ്കിൽ അതിന്റെ വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും യമനിലെ ഹൂത്തികൾ അതിശക്തമായ രൂപത്തിൽ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലുകൾക്ക് നേരെ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഈലാത്ത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലെ താമസ കേന്ദ്രങ്ങളിലേക്കടക്കം ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ വാർഹെഡുകളുള്ള മിസൈലുകളും ഇസ്രായേലിലേക്ക് നേരെ ഹൂത്തികൾ തൊടുത്തുവിട്ടിരുന്നു. ആ മിസൈൽ പലയിടങ്ങളിൽ പതിക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പുറത്തുവിട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് യമനിലെ ഹൂത്തികൾ വലിയൊരു പ്രതിസന്ധിയാണ് എന്നാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. കാരണം ആ പർവ്വതങ്ങൾക്ക് അടിയിൽ വളരെ വലിയ തുരങ്കങ്ങൾക്കുള്ളിലാണ് ഇവരുടെ സംവിധാനങ്ങളെല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഹൂത്തികൾക്ക് വ്യോമ സംവിധാനങ്ങൾ ഇല്ല എന്നാണ് ലോകം മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ ഒരുപാട് യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന കേന്ദ്രങ്ങളുടെ ചിത്രമാണ് യമനിലെ ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആവശ്യമാകുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഭൂമിക്കടിയിലാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭൂമുഖത്തുള്ള ഏത് കേന്ദ്രങ്ങളെയും ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഇറാനും അതുപോലെ തന്നെ ഹൂത്തികൾ അടങ്ങുന്ന ഇറാന്റെ പ്രോക്സികൾ അവരെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആയുധങ്ങളെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലേക്ക് നീങ്ങിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാന്റെ കാര്യം നമുക്കറിയാം. അവരുടെ ആണവ റിയാക്ടറുകൾ പോലും ഇത്തരത്തിലുള്ള മിസൈലുകൾക്ക് എത്തുന്നതിനപ്പുറം വളരെ താഴെയാണ് അവർ നിർമ്മിച്ചത് എന്നത് ഈ ആക്രമണങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങിയത് എന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്.